വാട്സപ്പിന്റെ സുരക്ഷയുടെ യഥാർത്ഥ അവകാശികൾ ഇവരായിരുന്നു. വാട്സപ്പിലെ മെസ്സേജുകൾ സുരക്ഷിതമാക്കുന്ന എൻഡ് ടു എൻക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്തത് വാട്സപ്പ് അല്ല, മെറ്റയും ആയിരുന്നില്ല. അതിന്റെ പിന്നിൽ ഒരു ഹാക്കറായിരുന്നു, സൈബർ സെക്യൂരിറ്റി വിദഗ്ധനായിരുന്നില്ല, മോക്സിലി മാർലിൻ സ്പൈക്ക് ആയിരുന്നു അത്. അദ്ദേഹമാണ് പിന്നീട് ഫേസ്ബുക്കിൽ നിന്ന് രാജിവെച്ച ബ്രയാൻ ആക്ടനോടൊപ്പം ചേർന്ന് സിഗ്നൽ സ്ഥാപിച്ചത്. അദ്ദേഹം ഉണ്ടാക്കിയ ഓപ്പൺ സോഴ്സ് കോഡാണ് സിഗ്നൽ പ്രോട്ടോകോൾ. ഇതാണ് വാട്സപ്പിലേക്ക് എൻക്രിപ്ഷൻ കൊണ്ടുവരുന്നത്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഗൂഗിളും സ്കൈപ്പും എല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്വന്തമായൊരു എൻക്രിപ്ഷൻ മോഡൽ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ലക്ഷക്കണക്കിന് ഡോളർ ചിലവേറിയതും വർഷങ്ങളോട് എടുക്കുന്ന പ്രോസസ്സുമാണ്. സോ വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു ഇത്. ലഭ്യമായ ഏറ്റവും മികച്ച ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നതിലൂടെ വാട്സപ്പ് തങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സമയം ലാഭിക്കുകയും യൂസേഴ്സിന്റെ വിശ്വാസം പെട്ടെന്ന് നേടിയെടുക്കാനും സാധിച്ചു. അപ്പോൾ ഇതിലെ ബിസിനസ് പാഠം വളരെ വ്യക്തമാണ്. എല്ലാം സ്ക്രാച്ചിൽ നിന്ന് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ നിൽക്കരുത്. അവൈലബിൾ ആയ ഏറ്റവും മികച്ച റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ സ്പീഡ് ഗെയിം. ഒരു പ്രതികാരം വന്നോണം തുടങ്ങിയതാണ് ഈ സിഗ്നലെങ്കിലും ആളുകളുടെ എന്ത് പെയിൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെയാണ് അഡ്രസ്സ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ബിലോ. കൂടുതലായി കണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.